കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശിലെ ബി.ജെ.പി. മന്ത്രി കുൻവർ വിജയ് ഷായ്ക്ക് രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ഷായുടെ അറസ്റ്റ് തൽക്കാലത്തേക്ക് സുപ്രീം കോടതി തടഞ്ഞു. മന്ത്രി മുതലക്കണ്ണീർ ഒഴുക്കുകയാണെന്നും എന്തുതരം മാപ്പാണ് നിങ്ങളുടേതെന്നും കോടതി ചോദിച്ചു. മന്ത്രി അന്വേഷണം നേരിടണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സമിതിയെ ഇതിനായി നിയോഗിച്ചു. നാളെ രാത്രി 10 മണിക്ക് മുൻപ് 3 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ മധ്യപ്രദേശ് DGPക്ക് നിർദ്ദേശവും നൽകി. IG റാങ്കിൽ കുറയാത്ത IPS ഉദ്യോഗസ്ഥരാണ് സമിതി അംഗങ്ങളാവേണ്ടത്. 3 അംഗങ്ങളും സംസ്ഥാനത്ത് നിന്ന് പുറത്തുള്ളവരായിരിക്കണം. മന്ത്രി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പരാമർശം വിവാദമായതോടെ കേണൽ സോഫിയ ഖുറേഷിയോട് 10 തവണ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് മന്ത്രി കുൻവർ വിജയ് ഷാ അറിയിച്ചിരുന്നു. ഷായുടെ പരാമർശങ്ങൾ വ്യാപകമായി പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. മന്ത്രിയുടെ വാക്കുകൾ ഏറെ നിർഭാഗ്യകരമാണ്. ഉത്തരവാദിത്തത്തിലുള്ള ഒരു ജനപ്രതിനിധിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതെന്നും മന്ത്രിയുടെ ഖേദപ്രകടനം അംഗീകരിക്കുന്നില്ല എന്നും രാജ്യത്തിന്റെ വികാരം മനസ്സിലാക്കാതെയാണ് മന്ത്രി പെരുമാറിയതെന്നും സുപ്രീം കോടതി പറഞ്ഞു. അനന്തരഫലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള തന്ത്രമാണ് ക്ഷമാപേക്ഷ എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് വിമർശിച്ചത്. വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് സമ്മതിക്കാൻ വിജയ് ഷാ തയ്യാറാകുന്നില്ല. ഏത് തരത്തിലുള്ള ക്ഷമാപണമാണ് നടത്തിയതെന്ന് വ്യക്തമല്ല. ക്ഷമാപണം എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന വാക്കുകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരിക്കണം. സായുധ സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട വിഷയമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മന്ത്രിക്കെതിരെ കേസെടുത്ത മധ്യപ്രദേശ് ഹൈക്കോടതി നിലപാടിനെ സുപ്രീം കോടതി അനുകൂലിക്കുകയും ചെയ്തിരുന്നു. പ്രസംഗത്തിന്റെ പ്രത്യാഘാതം മന്ത്രി നേരിടണം. നിയമം അതിൻ്റെതായ വഴിക്ക് പോകട്ടെ. കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ അനുവദിക്കരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേണൽ സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്നായിരുന്നു വിജയ് ഷാ വിശേഷിപ്പിച്ചത്. നമ്മുടെ സഹോദരിമാരുടെ പെൺമക്കളുടെയും സിന്ദൂരം അവർ തുടച്ചുമാറ്റി. അവരെ പാഠം പഠിപ്പിക്കാൻ അവരുടെ സഹോദരിയെ തന്നെ നമ്മൾ ഉപയോഗിച്ചു. മന്ത്രി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. വർഗീയ സ്വഭാവമുള്ളതും അവഹേളിക്കുന്നതുമാണ് ഇത്തരത്തിലുള്ള പരാമർശം. ആയതിനാൽ ഗുരുതരമായ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ അപകടപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയെയും കുറ്റകരമാക്കുന്ന BNS സെക്ഷൻ 152 പ്രകാരം മന്ത്രി പ്രഥമദൃഷ്ടാ കുറ്റം ചെയ്തു എന്നായിരുന്നു ജസ്റ്റിസ് അതുൽ ശ്രീധർ, ജസ്റ്റിസ് അനുരാധ ശുക്ല എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചത്.